കൂടൽ മുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനമോടിച്ചതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. അപകടം നടക്കുന്നതിന് തൊട്ടുമുൻപ് കാർ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ നടന്ന അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനാണ് നിരത്തിൽ പൊലിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിഖിലിന്റെ സഹോദരി വിദേശത്ത് നിന്ന് എത്തിയതിന് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം. ഇവരുടേത് പ്രേമവിവാഹമായിരുന്നു. 8 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത്. മധുവിധു ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയി മടങ്ങിയെത്തിയ ഇവരെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോയതായിരുന്നു അനുവിൻ്റെ പിതാവ് ബിജു ജോർജും നിഖിലിൻ്റെ പിതാവ് മത്തായി ഈപ്പനും. കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം 25-നാണ് വിവാഹത്തിനായി നാട്ടിലെത്തിയത്. പണം ഞങ്ങൾ തരും. കാർ അമിത വേഗത്തിൽ വന്നിടിച്ചു എന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവർ സതീഷ് പറയുന്നത്. കാർ വരുന്നത് കണ്ട് വേഗം കുറച്ച് വശത്തേക്ക് വാഹനം ഒതുക്കി. പക്ഷേ കാർ ഇടിച്ചു കയറി. ബസ് സാധാരണ വേഗത്തിൽ മാത്രമായിരുന്നുവെന്നും ഡ്രൈവർ സതീഷ് പറയുന്നു. ബസ്സിൽ ഉണ്ടായിരുന്നത് ഹൈദരാബാദ് സ്വദേശികളായ 19 തീർത്ഥാടകരാണ്. ഇവർ മറ്റൊരു വാഹനത്തിൽ യാത്ര തുടരുകയാണ്. ബസിന്റെ മുൻവശം നിശേഷം തകർന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതികൾ വിവാഹിതരായത് 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ്. കുമ്പഴ മുല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ മത്തായിയും അനുവും ഒരേ ഇടവകക്കാരാണ്. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. തുടർന്നായിരുന്നു നവംബർ 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ച് ഇരുവരും വിവാഹിതരായത്. അവർ ഇതുവരെ ജീവിച്ചു തുടങ്ങിയില്ലെന്നാണ് സംഭവസ്ഥലത്തെത്തിയ ബന്ധുക്കളിലൊരാൾ പ്രതികരിച്ചത്. വിവാഹശേഷം മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾ അപകടത്തിൽപ്പെട്ടത്. വിവാഹം കഴിഞ്ഞ് 15 ദിവസം മാത്രമായപ്പോഴാണ് അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തം എത്തിയത്. ഇരുവരെയും സ്വീകരിക്കാനായി പോയ 2 പേരുടെയും അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു. മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജു പി ജോർജും തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു. രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. വീടെത്തുന്നതിന് 7 കിലോമീറ്റർ മുൻപ് അപകടം സംഭവിച്ചു. അമിത വേഗത്തിൽ എത്തിയ കാർ തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അനുവിൻ്റെ അച്ഛൻ ബിജു ആണ് കാർ ഓടിച്ചിരുന്നത്. അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിൻ്റെ പിതാവ് ഈപ്പൻ മത്തായിയുമായിരുന്നു കാറിൻ്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്നത്. പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.